ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷാന. സോ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ കാർഡ്ബോർഡിൻ്റെ പീസസ് ഉണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് അതായത് ഉൾവശം വൈറ്റ് കളറിൽ വരുന്ന കാർഡ്ബോർഡ് പീസസ് എന്തായാലും നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പം അത് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കാർഡ്ബോർഡ് പീസസിൻ്റെ എഡ്ജസ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ മുറിച്ചെടുത്തപ്പോഴത്തേക്കും ഒരു അൺഈവനായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അതാദ്യം ഒന്ന് കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര വിടത്തിലാണ് നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റ്സ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്തിട്ട് ആ ലെങ്ത്തിൽ അത് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഞാൻ എല്ലാ ലെങ്ത്തും എടുത്തേക്കണത്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട നമ്മളിപ്പോൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകണമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് ബുക്ക് മാർക്സ് ആണ് റെഡിയാക്കാൻ പോണത്. ഇനി നമുക്ക് വേണ്ടത് കോഫിയാണ്. അപ്പം ഞാനിപ്പോൾ കോഫി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ടീ ഡൈ ചെയ്തിട്ടുള്ള വിൻറ്റേജ് പേപ്പറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസസ് ഉണ്ടല്ലോ, അത് നമ്മളിനി കോഫിയുടെ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് റെഡിയാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഫിയുടെ ലിക്വിഡ് അത് കുറച്ച് അധികം തന്നെ, നമ്മൾ ബ്രഷ് സ്ട്രോക്ക് ചെയ്യണ്ട, പകരം ഇങ്ങനെ സ്പൂണിൽ കുറച്ചൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പെടുത്തിട്ട് ഈ കോഫി സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വിതറി കൊടുക്കുക. പിന്നെ ബ്രഷിൽ കുറച്ച് കോഫി എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഓവറാകണ്ട. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ബോട്ടിൽ ക്യാപ്സാണ്. അത് ഡിഫറെൻറ്റ് സൈസിലുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്ന കേട്ടോ. അത് കോഫി സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് പേപ്പറിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇതുപോലെയുള്ള പാറ്റേൺസ് കിട്ടും, സർക്കിളായിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുപോലെ ഈ ഒരു ക്യാപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ അതിനേക്കാളും ചെറുതും വലുതുമായിട്ടുള്ള ക്യാപ്പുകൾ യൂസ് ചെയ്തിട്ട് ഓവറോൾ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ ഒരു മെത്തേഡാണ് എനിക്ക് കൂടുതലായിട്ട് ഒരു സാറ്റിസ്ഫൈഡ് ചെയ്തത്. പിന്നെ ചെറിയ ക്യാപ്പ് വെച്ച് ചെയ്തപ്പോൾ ഒരബദ്ധം പറ്റിയതാണ്. കാരണം ബബിൾ ഫോം ചെയ്തതുകൊണ്ട് ഇങ്ങനൊരു സർക്കിളാണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, അത് വേറൊരു ഡിസൈനാണല്ലോ. തേർഡ് പാറ്റേണിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് വെർമിസെല്ലിയാണ്. സേമിയ പായസമൊക്കെ ഉണ്ടാക്കാണ്ട് നമ്മൾ യൂസ് ചെയ്യണില്ലേ സേമിയ, അത് തന്നെ. അപ്പോൾ ആദ്യം കോഫി സൊല്യൂഷൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ TV കാണുന്ന ബാക്ടീരിയയുടെ പരസ്യം പോലെയൊക്കെ തോന്നും, കുഴപ്പമില്ല. പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി പാറ്റേൺ കേട്ടോ കിട്ടണത്. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി കോഫി സൊല്യൂഷൻസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫോർത്ത് പാറ്റേണിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് അരിയാണ്. നമ്മൾ ചോറൊക്കനൊക്കെ ഉപയോഗിക്കണ അരി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കോഫി സൊല്യൂഷൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കോഫി സൊല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രഷ് വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യരുത്. കാരണം അപ്പോൾ ഇത്രയും ലിക്വിഡായിട്ട് നമുക്ക് കിട്ടില്ല. അത് കോഫി നന്നായിട്ട് അതിലേക്ക് ഒഴിച്ച് അതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അരി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ അത് നമ്മുടെ കോഫി സൊല്യൂഷൻ കുറവായതുകൊണ്ടാണ് ആ റൈസ് ഇട്ടപ്പോൾ കളർ ഗ്രേഡിയൻറ്റ് കറക്റ്റായിട്ട് വരാത്തത്. അപ്പോൾ കുറച്ചും കൂടി കോഫി സൊല്യൂഷൻസ് നമ്മൾ ആ റൈസ് ഇട്ട ഭാഗത്ത് മാത്രമായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കോഫി സൊല്യൂഷൻസൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വീണിട്ടുണ്ടാവില്ല. അതൊക്കെ ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് ഒപ്പിയെടുക്കുക. എന്നിട്ട് അത് ഒരു കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാറ്റേണായിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഒരു വേസ്റ്റേജും വരാത്ത വിധത്തിലാണ്. കാരണം വേസ്റ്റായി പോകുന്ന കോഫി സൊല്യൂഷൻ പോലും നമ്മൾ ഡാബ് ചെയ്തിട്ട് അത് ഇതുപോലെ. അപ്പം ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ നമ്മുടെ വെർമിസെല്ലി ഉണ്ടാവും, റൈസ് ഉണ്ടാവും, സോൾട്ട് ഉണ്ടാവും.
ഇതൊക്കെ കൂടിയിട്ട് ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിരിക്കും നമുക്ക് കിട്ടണത്. അപ്പോൾ നമ്മുടെ വർക്ക് സ്പേസ് ക്ലീൻ ആവുകയും ചെയ്യും, നമുക്കൊരു പാറ്റേൺ കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് മെത്തേഡിന് കോഫി സൊല്യൂഷൻസ് ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്ട്രോ യൂസ് ചെയ്തിട്ട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുക. സ്ട്രോ ബ്ലോ ടെക്നിക്ക് എന്നാണ് ഈ മെത്തേഡിന് പറയണത്. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെറി ബ്ലോസം ട്രീ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം കേട്ടോ. നെക്സ്റ്റ് മെത്തേഡ് ബബിൾസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് കോഫി സൊല്യൂഷൻസ് മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കണുണ്ട്. അതിന് ശേഷം അതിലേക്ക് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് നന്നായിട്ട് ബബിൾസ് ഫോം ചെയ്തിട്ട് ആ ബബിൾസ് ഈ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഈ മെത്തേഡ് ചെയ്തപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളെടുത്തേക്കണ പാത്രം ചെറുതായതുകൊണ്ട് ബബിൾസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിലും അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പൊട്ടിപ്പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു പാറ്റേൺ അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത് വലിയ പാത്രത്തിൽ ബബിൾസ് ഫോം ചെയ്തിട്ട് ആ ബബിൾസിനെ നമ്മുടെ പേപ്പർ വെച്ചിട്ട് ഒപ്പിയെടുത്തു. അപ്പോൾ ഒപ്പിയെടുക്കുമ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് ആ ബബിൾസ് വരുന്നുണ്ടായിരുന്നു, ദേ ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു പാറ്റേൺ പെർഫെക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂപ്പറായിട്ടും ആദ്യത്തെ മെത്തേഡും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് നമ്മുടെ നൂല് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം ജസ്റ്റ് കോഫി സൊല്യൂഷൻ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നൂലുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കോളംസ് ആയിട്ട് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നൂലുകൾ യൂസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മളവിടെ വീണിരിക്കുന്ന കോഫി സൊല്യൂഷന് ജസ്റ്റ് ആ പേപ്പർ ഡയറക്റ്റ് വെച്ചിട്ട് ഒപ്പിയെടുക്കുക. നേരത്തെ നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് ഒപ്പിയിട്ട് ആക്കിയതുപോലെയല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് പാറ്റേൺ നമ്മൾ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ടൂത്ത് ബ്രഷ് കോഫി സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് സ്പാർക്കിൾ ചെയ്ത് കൊടുക്കുക. അടുത്ത പാറ്റേണും നമ്മൾ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യണത്. പക്ഷേ ഇപ്രാവശ്യം അത് സ്പ്രേ ചെയ്യണതിന് പകരം കോഫി സൊല്യൂഷനും കോഫി പൗഡറും രണ്ടും നമ്മൾ നമ്മുടെ പേപ്പറിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആ കോഫി ഗ്രാന്യൂൾസും ലിക്വിഡും കൂടി ചേർന്നിട്ടൊരു പ്രത്യേക ടെക്സ്ചർ ഫോം ചെയ്യുക. അതായത് ഒരു ലൈൻസ് വരച്ചതുപോലെയുള്ള ടെക്സ്ചറായിരിക്കും വരുന്നത്. കോഫി ഗ്രാന്യൂൾസ് നമ്മൾ എത്രത്തോളം കൂടുതൽ ഇടുന്നു അത്രത്തോളം ആ ടെക്സ്ചറും ഡിഫറെൻ്റ് ആയിട്ട് വരും. നെക്സ്റ്റ് ബബിൾ റാപ്പ് വെച്ചിട്ട് ഒരു കോട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ല. ഞാൻ കരുതിയത് ആ ബബിൾസ് വരുമായിരിക്കുന്നതാണ്, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്ചറിൻ്റെ കൂടെ തന്നെ ദാലുണ്ടല്ലോ അത് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് കോഫി സൊല്യൂഷനും കൂടി വെള്ളമാക്കി. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് ഞാൻ കളയുവാണ്. അപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ സോൾട്ട് ആയിക്കോട്ടെ, ദാലായിക്കോട്ടെ, വെർമിസെല്ലി അങ്ങനെയുള്ള എല്ലാം ഞാൻ റിമൂവ് ചെയ്യണം. കാരണം ചിലപ്പം ഫംഗസ് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് ബെറ്റർ അത് റിമൂവ് ചെയ്യാം. ഞാനപ്പോൾ അത് റിമൂവ് ചെയ്യാണ്. അപ്പോൾ എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം കേട്ടോ. അതായത് നമ്മുടെ കുപ്പിയുടെ അടപ്പ് വെച്ച് ചെയ്തതാണ്. ഇത് വെർമിസെല്ലി. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പാറ്റേൺസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത്രയും പാറ്റേൺസാണ് ഞാൻ കോഫി സ്റ്റെയിൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പാറ്റേൺസുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അതേ ഞാനിതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഫി സൊല്യൂഷൻ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് എടുക്കുക. കൂടുതൽ കളറ് അപ്പോഴേ കിട്ടുള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹോൾ പഞ്ചർ യൂസ് ചെയ്തിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാത്തിനും ഹോൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ടസൽസ് വേണമെങ്കിൽ ടസൽസ് ചെയ്യാം, റിബൺസ് യൂസ് ചെയ്യാം, ത്രെഡ് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഇതെല്ലാത്തിനും ടാഗുകൾ കൊടുക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബ്രൗണ്, പിങ്ക്, പിന്നെ ഒരു വൈറ്റ് റിബണായിരുന്നു. അപ്പോൾ അത് മൂന്നും വെച്ചിട്ട് ഞാൻ എല്ലാത്തിനും ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടസൽസ് കൊടുക്കാം കേട്ടോ. ടസൽസ് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പാറ്റേൺസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.